യേശു പറയുന്നു, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആർക്കു വേണ്ടി? ശിഷ്യർക്ക് വേണ്ടി. തൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യരെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എൻ്റെ കൂടെയുള്ള എൻ്റെ കുടുംബത്തിന് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്നുള്ളത്. എൻ്റെ കൂടെയുള്ള വ്യക്തികൾ, ഒരു അധ്യാപികയാണെങ്കിൽ ആ കുട്ടികളെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കി. യേശു ശിഷ്യന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലുള്ള അമ്മ തൻ്റെ ഭർത്താവിനെയും മക്കളെയും അതുപോലെ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കി. ഇനി ഒരു അധികാരിയാണെങ്കിൽ അവരുടെ കൂടെയുള്ള വ്യക്തികളെയൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കി. നമ്മൾ പറയും പല കുറവുകളുണ്ട്, എല്ലാ പ്രശ്നങ്ങളുണ്ട്, എന്തോ കാണിച്ചു കൂട്ടാൻ അവനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല, വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒക്കെ പറഞ്ഞു നടക്കുന്നതിനപ്പുറമായിട്ട് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ബലിവേദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അതാ ചെയ്ത് ശിഷ്യന്മാർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ സഹോദരിയെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആ സഹോദരി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ. നമ്മൾ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ ആ സഹോദരി ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേക്കണം. ആ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ആ വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, കുറേ നന്മകൾ ചെയ്യുന്നു. അപ്പനാണെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നു. പക്ഷേ പ്രാർത്ഥന നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ അസമാധാനം ഉണ്ടാകും. അതുകൊണ്ട് യേശു ചെയ്തതുപോലെ തന്നെ ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് വേണ്ടി മാത്രമല്ല, കൂടെയുള്ള എല്ലാ വ്യക്തികളെയും, മോനെ ഓർക്കണം, ഭാര്യയെ ഓർക്കണം, ഭർത്താവിനെ ഓർക്കണം, മാതാപിതാക്കളെ ഓർക്കണം. അങ്ങനെ ഓർക്കാത്ത ഒരു വിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥന നമുക്കുണ്ടാകരുത്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രലോഭനം ഉണ്ടാകില്ല. സ്വപ്നങ്ങൾ കണ്ട് അല്ലെങ്കിൽ ഉറക്കം വന്ന് നമ്മുടെ കുർബാനയോ ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന തുടങ്ങുന്നതേ അറിയുള്ളൂ. നമ്മളിങ്ങനെ സ്വപ്നത്തിലൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും എത്രയും ദയുള്ള മാതാവ് കൊച്ചു വന്ന് സ്തുതി തരുന്ന സമയം, സ്തുതിയോ എന്ന് ചിന്തിക്കേണ്ടി വരും. അങ്ങനെയാ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോ നിയോഗങ്ങൾ എടുത്തു നോക്കി, ഓരോ നന്മ നിറഞ്ഞ പറയും ചെല്ലുമ്പോൾ ഓരോ വ്യക്തിയുടെ മുഖം ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എന്തോരം പേർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇവരെല്ലാ ദിവസവും ഓർത്ത് നോക്കി, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ പറയുന്നത് ആത്മശോധന ചെയ്ത് നോക്കി. എല്ലാ ദിവസവും എൻ്റെ കുടുംബത്തിലുള്ള എന്നെ അറിയുന്ന വ്യക്തികളുടെ മുഖം ഓർത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാറുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? യേശു ശിഷ്യരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്കും അതുപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ശാന്തതയുണ്ടാകും.